ഇഫ്താർ ഉള്ളതാണല്ലോ ഡോക്ടർ ചോദിച്ചത്. അപ്പോൾ ഇഫ്താറിനെ കുറിച്ച് പറയുന്നത് ഐഡിയൽ ഇഫ്താർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഈത്തപ്പഴത്തു നിന്ന് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. കറക്റ്റ് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം വെള്ളം, പിന്നെ നമ്മൾ നേരെ പോവുക ഫ്രൂട്ട്സിലേക്കാണ്. അപ്പോൾ ഈത്തപ്പഴം വെള്ളം നമുക്ക് ഷുഗർ കൂട്ടൊന്നുമില്ല. പിന്നെ കഴിയുന്ന ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ്, അതുപോലെ സ്നാക്സ്, ഇതാണ് നമ്മൾ ഷുഗർ ഹൈക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് ഉണ്ട്, അഥവാ എല്ലാ ഭക്ഷണവും ഒരുമിച്ച് കഴിക്കുക. ഈത്തപ്പഴം വെള്ളവും അതുപോലെ പത്തിരി ഉണ്ടാവും, നൈസ് പത്തിരി, അതുപോലെ ബിരിയാണി, മന്തി പോലത്തെ സാധനം എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുക. അത് തെറ്റായ രീതിയാണ്, അതാണോ ശരി, ഏതാണ് ശരി? ഫാസ്റ്റിങ്ങിൽ ഏറ്റവും നല്ലത് ഇഫ്താർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഈത്തപ്പഴം വെള്ളം കൊണ്ട് തുടങ്ങിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അത് കഴിച്ച് നമ്മളെ വയറ്റിലെത്തി നമുക്ക് വയറ് ഫുള്ളായി എന്നുള്ളത് നമുക്ക് നമ്മളെ മൈൻഡ് ബ്രെയിൻ അത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഈ 20 മിനിറ്റ്സ് അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റായിട്ട് നോമ്പ് കഴിഞ്ഞ് ഇഫ്താർ കിട്ടുമ്പോഴേക്കും ബൾക്കായിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ബൾക്കായിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞാൽ കിട്ടുന്ന സമയത്ത് നല്ലോണം കഴിക്കുന്ന രീതിക്കാണ് അത് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഫുഡ് വയറ് നിറഞ്ഞത് എന്താവില്ല, അറിയൂല. അപ്പോഴേക്കും നമ്മൾ എന്തുണ്ടാവും, ഒരുപാട് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം വെള്ളം കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഫ്രൂട്ട്സ് കിട്ടുന്ന സമയമാണ് മറ്റേ തണ്ണിമത്തന്, അതുപോലെ ഓറഞ്ച്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് സുലഭമാകുന്ന സമയമാണ് നോമ്പ്. അപ്പോൾ ഏറ്റവും നല്ലത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കുക, ഷുഗർ ഒഴിവാക്കിയിട്ടുള്ള അതിൻ്റെ ജ്യൂസസും കഴിക്കുക, ജ്യൂസസ് കുടിക്കുകയും ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലത്. സ്നാക്സിനെ കുറിച്ച് ഞാൻ പറയാത്തത് സ്നാക്സ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ സ്റ്റീംഡ് ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് യൂസ് ചെയ്യാം. എണ്ണയിൽ വറുത്തത് തീരെ വേണ്ട. അത് ഒരു കാലത്തും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റീംഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ സ്റ്റീംഡ് ആയിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ കഴിക്കുന്ന ഈ പത്തിരി, ചിക്കൻ കറി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബൾക്കി ആയിട്ടുള്ള ഫുഡുകൾ, അതൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് കഴിക്കുന്നത് നല്ലത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 1 hour 2 hour കഴിഞ്ഞതിൻ്റെ ശേഷം കഴിക്കുന്നത് നല്ലത്. ചില നാട്ടിൽ നമ്മൾ കഴിഞ്ഞൊരു പേഷ്യൻസിനെ സംസാരിച്ച് പറഞ്ഞാൽ അയാൾ തറാവി നിസ്കരിച്ചതിൻ്റെ ശേഷം ഫുഡ് കഴിക്കുള്ളൂ. ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഹെവി ഫുഡ് കഴിക്കൽ തറാവി നിസ്കാരം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിനും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം തറാവി കഴിഞ്ഞ് കുറേ നേരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, സമയം എടുക്കാൻ പറ്റില്ല. വയറ് കാലിയാക്കി എടുക്കുന്നത് മാത്രമല്ല, ബൾക്കി ഫുഡ് അത് കഴിഞ്ഞാൽ നേരെ പോയി ഉറങ്ങാൻ പാടില്ല. അത് നമുക്ക് കേടാം. അപ്പോൾ ഒരു 1 to 2 hour ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്.